ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബി ബ്രേവ് ടു ബി എലോൺ. നമ്മൾ ഒരുപാട് പേര് പറയും, ഓ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കാര്യം നോക്കാനിപ്പോൾ ഞാനല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കാരുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല അല്ലേ? ഇല്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നല്ല, ഇല്ല. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. സന്തോഷവും സംതൃപ്തിയും നേടാനായിട്ട് എപ്പോഴും ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കണമെന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്ന ഈ കാലത്ത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ഉണ്ട്. ആ പവറാണ് ദ പവർ ടു ബി എലോൺ. നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും, ആ പവറാണ് നമുക്ക് വളരെ ഇന്നത്തെ കാലത്ത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ പവർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുക എന്നല്ല, മറിച്ച് അത് നമ്മുടെ ഇന്നർ പീസിന്, നമ്മുടെ സെൽഫ് ഡിസ്കവറിക്ക്, നമ്മുടെ വളർച്ചയ്ക്ക് എല്ലാമുള്ളൊരു പാതയാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ധൈര്യമുണ്ടോ? ദെൻ യു ക്യാൻ റിയലി സക്സീഡ് ഇൻ ലൈഫ്. നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും മുന്നേറാനുമായിട്ട് ആദ്യം വേണ്ടത് എന്താണ്? ധൈര്യമാണ്. ഒറ്റയ്ക്ക് എന്തും നേരിടാനായിട്ടുള്ളൊരു ചങ്കൂറ്റമാണ് വേണ്ടത്. ഒറ്റയ്ക്കായിരിക്കുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യണമെന്നോ ഒറ്റയ്ക്ക് താമസിക്കണമെന്നോ എന്നൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ്, ഇതൊക്കെ എപ്പോഴും എല്ലാവരും അംഗീകരിച്ചെന്നൊന്നും വരില്ല. നിങ്ങൾ 100% സക്സസ് ആകുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഡ്രീമായിട്ട്, ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് കരുതുന്ന ഒരു കാര്യത്തിൽ മറ്റുള്ളവർ എപ്പോഴും ചിലപ്പോൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. മറ്റുള്ളവർ എപ്പോഴും എന്നല്ല, ചിലപ്പോൾ ഒരു 50-50. ചിലർ ഡൗട്ട്ഫുൾ ആയിരിക്കും, ചിലർ ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടൊക്കെ അവർ ശ്രമിക്കും. അത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരിക ഒറ്റയ്ക്കാണ്. നമ്മുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ചുറ്റുമുള്ളവരെല്ലാം എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ തീവ്രതയോടെയാണ് മറ്റുള്ളവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണുന്നതെന്നാണോ നിങ്ങൾ കരുതുന്നത്? ദെൻ യു ആർ റോങ്. നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ഒന്നും നിങ്ങളെയോ നിങ്ങളുടെ പ്രശ്നങ്ങളെയോ നിങ്ങൾ ചിന്തിക്കുന്ന അത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബിക്കോസ് എവറി വൺ അറൗണ്ട് യു ആർ ബിസി വിത്ത് ദെയർ ഓൺ പ്രയോറിറ്റീസ്. എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അവരവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണമെന്നോ എല്ലാവരും നിങ്ങളുടെ സുഖത്തിൽ പങ്കുചേരണമെന്നോ നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കണമെന്നോ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. ആ ആഗ്രഹം നമുക്ക് വേണ്ട. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒറ്റയ്ക്ക് വളരാൻ, ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ പ്രശംസയോ കയ്യടിയോ ആഗ്രഹിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടത്? ധൈര്യമാണ് വേണ്ടത്. ആ ധൈര്യം കാണിക്കുന്നുവോ അന്ന് നിങ്ങളുടെ വിജയവും ആരംഭിക്കും. ഒറ്റയ്ക്ക് പറക്കുന്നൊരു പക്ഷിയുടെ ചിറകുകൾക്ക് എപ്പോഴും ബലം കുറച്ച് കൂടുതലായിരിക്കും. കാരണം അതിനെ താങ്ങി നിർത്താനായിട്ട്, മുന്നോട്ട് നയിക്കാനായിട്ട്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അത് ആശ്രയിക്കുന്നത് അതിൻ്റെ സ്വന്തം ചിറകുകളെയാണ്. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും? ആരൊക്കെ നിങ്ങളെ എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യും? നിങ്ങളെല്ലാ കാലവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുണ്ടാവും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ളവയെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അധികം സാധിക്കുക തനിച്ചിരിക്കുമ്പോഴാണ്. നമ്മൾ തനിച്ചിരിക്കുമ്പോഴായിരിക്കും പലതും നമ്മൾ ആലോചിക്കുന്നത് അല്ലേ? നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നതും ഡീപ്പായ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതും എല്ലാം ഒറ്റയ്ക്കാകുമ്പോൾ കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും, കുറേ കൂടെ പവർഫുൾ ആയിരിക്കും, കുറേ കൂടെ സൂപ്പർ ഐഡിയാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ലോൺലിനെസ് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ടും വരാം. എന്നാൽ മറ്റു ചിലപ്പോൾ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ബി സ്ട്രോങ് ഇനഫ് ടു ബി എലോൺ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നൊന്നും കരുതരുത്. കാരണം അങ്ങനെ പോകാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് മുന്നോട്ട് പോകരുത്. അതോർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ട അവസ്ഥയും വരും. അയ്യോ, അവരെന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഇവരെന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ വിചാരിച്ചു അവൻ എൻ്റെ കൂടെ കാണും അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ കാണും. അതൊക്കെ തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുന്നോ അതേ തൂക്കത്തിലും അളവിലുമൊന്നും മറ്റുള്ളവർ ഫേസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചിലവർ കാണും, ചിലർ കാണില്ല.
സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾവേസ് സ്റ്റാൻഡ് അലോൺ ഈസ് ബെറ്റർ ദാൻ ബീങ് അറൗണ്ട് പീപ്പിൾ ഹു ഡോണ്ട് വാല്യൂ യു, ഹു ഡോണ്ട് വാല്യൂ യുവർ തോട്ട്, ഹു ഡോണ്ട് വാല്യൂ യുവർ ഫീലിങ്സ്, ഹു ഡോണ്ട് വാല്യൂ യുവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഹാർഡ്ഷിപ്സ് എപ്പോഴും നമുക്ക് മാത്രമാണ് ടഫായിട്ട് തോന്നുക. മറ്റുള്ളവർക്ക് ഒരിക്കലും അത് അതുപോലെ തോന്നില്ല. സോ എന്താണ് വേണ്ടത്? നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൽ നമ്മൾ ആ ഒരു താങ്ങായിട്ട് ആരെയും നമ്മളങ്ങ് എപ്പോഴും ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ഒറ്റയ്ക്ക് പറക്കുക, നമ്മുടെ വിജയങ്ങളിലേക്ക് നമ്മൾ പറന്ന് നേരിടുക. ഇനി പറയാനുള്ളത്, നമ്മൾ കുറച്ച് എമ്പത്തറ്റിക് ആയിരിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കേൾക്കുക. ബി എമ്പത്തറ്റിക് ടു ദം. സഹാനുഭൂതിയോടെ അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് അവർക്കൊരു വലിയ സമാധാനം ആയേക്കാം. ചിലർക്ക് ആ കഴിവ് കാണില്ല, പക്ഷെ നമ്മൾ ആ കഴിവ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തേക്കണം. മനസ്സിലായോ? അപ്പോൾ അവർക്കും അതൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ എന്താ എനിക്ക് പറയാനുള്ളത്? ബി ബ്രേവ് ടു ബി അലോൺ. ഓക്കെ, ബൈ. Thank you.